ദീപ്തി മേരി വർഗീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപ്തി മേരി വർഗീസ്, വെരി ഗുഡ് മോർണിംഗ്, അഡ്വാൻസ് മെറി ക്രിസ്മസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെറിയൊരു സങ്കടമുണ്ടോ ദീപ്തി? എന്തിനാരും സങ്കടം? ദീപ്തിയുടെ മുഖം പൊതുവെ പ്രസന്നവദനയായിട്ടാണ് കാണപ്പെടുന്നത്. ദീപ്തിയുടെ ഫ്രെയിമിൽ വരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ചർച്ചകളിലൊക്കെ ആണെങ്കിലേ ആ മുഖത്ത് വളരെ പെട്ടെന്ന് ആ വികാരങ്ങൾ തെളിയും. അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ സങ്കടപ്പെടേണ്ടതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. 46 സീറ്റിന്റെ വൻ ഭൂരിപക്ഷമാണ് UDF ലഭിച്ചിരിക്കുന്നത് കൊച്ചി നഗരസഭയിൽ. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് സത്യത്തിൽ ഞങ്ങളുടെ UDF ക്യാമ്പ്, കോൺഗ്രസ് ക്യാമ്പ്. ഞങ്ങൾ വലിയ ഏറ്റവും നല്ല ഭരണമായിരിക്കും നഗരസഭയിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. പുതിയ വന്ന 2 മേയർമാർക്കും, 2 ടേം പങ്കിടുന്ന 2 മേയർമാർക്കും എൻ്റെ എല്ലാ പിന്തുണയുണ്ടാകും. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കും. UDFന്റെ വരാൻ പോകുന്ന 5 വർഷത്തെ ഭരണം ഏറ്റവും ശ്രദ്ധേയമായതായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ദീപ്തി, ഈ 46 പേരുടെ വിജയം ഉജ്ജ്വല വിജയമായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം കുറച്ചുകൂടി ഒരു നീതിയുക്തമായ സന്തോഷമാകുമായിരുന്നു ദീപ്തി മേയറായിട്ട് വന്നിരുന്നെങ്കിൽ എന്നാണ് ഞാനും വ്യക്തിപരമായിട്ട് കണക്കാക്കുന്നത്. കാരണം KPCCയുടെ സർക്കുലർ നേരത്തെ അജയ് തറയിലുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ മാനദണ്ഡങ്ങൾ അതുപ്രകാരം നിഷ്പക്ഷമായിട്ട് കൗൺസിലർമാർ, പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പുതുമുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൊന്നും വലിയ പരിചയമില്ലാത്ത ആളുകൾ. അപ്പോൾ അവരുടെയൊക്കെ നീതിയുക്തമായൊരു നിലപാടുണ്ടായിരുന്നെങ്കിൽ ദീപ്തി ഇപ്പം മേയർ ആകുമായിരുന്നു. അപ്പോൾ അത് ലംഘിക്കപ്പെട്ടു എന്ന് ദീപ്തി തന്നെ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ അജയ് തറയിലും അത് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ദീപ്തി? ഒരു അട്ടിമറി എവിടെയൊക്കെയോ നടന്നിട്ടുണ്ടോ? ഇല്ല, ഞാനതിനെ ഒരു അട്ടിമറി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രോസസ്സ് നടന്നതിൽ KPCCയുടെ സർക്കുലർ പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നൊന്നും ഞാൻ അതിനെ പറയാൻ തയ്യാറല്ല. ഈ സർക്കുലർ പാലിക്കപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ദീപ്തിക്ക് വേണമെങ്കിൽ തിരുത്താം. കോർ കമ്മിറ്റിയിൽപ്പെട്ട അജയ് തറയിലാണെങ്കിലും ഡൊമിനിക് പ്രസന്റേഷൻ, മുഹമ്മദ് ഷിയാസ്, ഇവർ 3 പേരെയും കൂടി ചുമതലപ്പെടുത്തുന്നു. കൗൺസിലർമാരുടെ മനസ്സറിയുകയായിരുന്നു താല്പര്യം. പക്ഷേ നിഷ്പക്ഷമായി കൗൺസിലർമാരുടെ മനസ്സറിയാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടിയോ ദീപ്തി? ഞാൻ ഒരു കാര്യം ഞാൻ പറയാം അരുൺ. ഈ KPCCയുടെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം ആളുകൾ വന്നാൽ, കൺസിഡറേഷനിൽ വന്നാൽ, അത് KPCCക്ക് ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയാൽ KPCCക്ക് വിടണം എന്നുള്ളത് ഒരു നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം, അത് നിഷ്പക്ഷമായി ഒരു നിരീക്ഷകൻ്റെ സാന്നിധ്യത്തിൽ, KPC എന്നുള്ള ഒരു നിരീക്ഷകൻ്റെ സാന്നിധ്യത്തിൽ അംഗങ്ങളോട് അഭിപ്രായം ചോദിക്കണം എന്നുള്ളതായിരുന്നു. ആ 2 പ്രോസസ്സാണ് സർക്കുലറിൽ പറഞ്ഞതിന് വ്യത്യസ്തമായി നടക്കാതിരുന്നത്. പിന്നെ ഒന്നുകൂടെ ഉള്ളത്, പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് പ്രഥമ പരിഗണന കൊടുക്കണം എന്നുമുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളിലാണ് ഒരു സർക്കുലറിൽ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പക്ഷേ എന്നിരിക്കലും വ്യത്യസ്തമായി നടന്നാലും എനിക്കതിലൊരു പരാതിയില്ലെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. എനിക്കതിൽ പരാതിയില്ല, പരിഭവമില്ല, ഞാൻ പാർട്ടിയോടൊപ്പമാണ്. പക്ഷേ ഇത് താങ്കൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലായി. 3 കാര്യങ്ങൾ അതിൽ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. KPCCയുടെ ഒരു നിരീക്ഷകനെ ഉൾപ്പെടുത്തണമായിരുന്നു. ഇതിൽ പാർട്ടിയിലെ പദവി പരിഗണിക്കണമായിരുന്നു. KPCCക്ക് വേണമെങ്കിൽ തന്നെ ഇത് നിർദ്ദേശിക്കാൻ സാഹചര്യമുണ്ട്. KPCCക്ക് അത് വിട്ട് KPCCക്ക് തീരുമാനിക്കാമായിരുന്നു. അപ്പോൾ ഈ സർക്കുലർ ഈ കാര്യങ്ങളൊക്കെ ലംഘിച്ചതിനു പിന്നിൽ ഗ്രൂപ്പ് താല്പര്യങ്ങളാണെന്നാണോ ദീപ്തി കണക്കാക്കുന്നത്? അതാരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും, അതായത് പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് മുകളിൽ എറണാകുളത്ത് ഒരിക്കൽ കൂടി ഗ്രൂപ്പ് താല്പര്യങ്ങൾ ചിറകു വിരിച്ചു എന്നൊരു അഭിപ്രായം ദീപ്തിക്കുണ്ടോ? ഇല്ല, അതൊക്കെ KPCC നേതൃത്വം ആലോചിച്ച് വിശകലനം ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അതിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അത് സർക്കുലറിൽ വന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2 പേർ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും ശ്രീ N വേണുഗോപാലും മുഹമ്മദ് ഷിയാസും മാത്രമായി ഇരുന്ന് അങ്ങനെ ഒരു പ്രോസസ്സ് നടത്തിയത് എന്നുള്ളത് KPCC നേതൃത്വമാണ് അത് അന്വേഷിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടതും. എനിക്കതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. എന്തായാലും അങ്ങനെയാണ് നടന്നത്. പക്ഷേ ഞാനത് പറയാൻ കാരണം, ഞാൻ ഇതുപോലും പറയില്ലായിരുന്നു സത്യത്തിൽ. എനിക്കിത് പറയാൻ ഞാൻ അതൊരു ഒരു പ്രയാസമുള്ളതുകൊണ്ടൊന്നും പറയുന്നതല്ല. പക്ഷേ ഇന്നലെ പല മാധ്യമങ്ങളിലും ഞാൻ കണ്ടു, എനിക്ക് പാർലമെൻ്ററി പാർട്ടിയിൽ അംഗങ്ങളുടെ ബലം കുറവാണ് എന്ന് കണ്ടു. അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിത് പോലും പറയില്ലായിരുന്നു. പാർലമെൻ്ററി പാർട്ടിയിൽ എനിക്ക് അംഗങ്ങൾ കുറവാകാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ കുറവായോ എന്ന് പോലും എനിക്കറിയില്ല.
കാരണം ഇത് ഇരുന്ന ആളുകളുടെ കയ്യിലുള്ള നമ്പേഴ്സോ ലിസ്റ്റോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് അവർ 3 പേരും കൂടി ഇരുന്നിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളത്. അവരാണത് പറയേണ്ടത്, അത് എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. യഥാർത്ഥത്തിൽ കോർ കമ്മിറ്റി ഇന്നലെ വിളിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു, കാരണം അങ്ങനെ ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. അംഗങ്ങളുടെ ഒരു ഒപ്പീനിയൻ എടുക്കുക, അതും ഒരു വോട്ടെടുപ്പ് പോലെ നടത്താനല്ല, അത് വെറുതെ ഒരു ഫോർമലി ഒരു ഒപ്പീനിയൻ എടുക്കുക, പിന്നീട് ഒരു കോർ കമ്മിറ്റി കൂടി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് വരിക എന്നുള്ളതായിരുന്നു അതിന് തലേദിവസം ഉണ്ടായ കോർ കമ്മിറ്റിയിൽ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ബഹുമാന്യനായതിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുക്കുമെന്നായിരുന്നു DCC പ്രസിഡന്റ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു കോർ കമ്മിറ്റി കൂടിയിട്ടില്ല. പിന്നെ വൈകുന്നേരം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. എന്താണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് അവർ പറയട്ടെ. എനിക്കിപ്പോൾ അതിൻ്റെ അകത്ത് പ്രഖ്യാപിച്ചതിലും അത്തരം കാര്യങ്ങളിലൊന്നും എന്നെ സംബന്ധിച്ച് പരാതി ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കതിൽ അംഗങ്ങളുടെ ബലം കുറവായിരുന്നു എന്ന് ചില കമന്റുകൾ മിനിമോൾക്ക് VK മിനിമോൾക്ക് 17, താങ്കൾക്ക് അതിൽ താഴെ, ഞാൻ സംഖ്യ പറയുന്നില്ല. പക്ഷെ അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നി, അത് കൗൺസിലർമാരുടെ നിഷ്പക്ഷമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അജയ് തറയിൽ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിന് മുൻപ് ഈ കൗൺസിലർമാരെ ചില നേതാക്കൾ വിളിച്ചിരുന്നു എന്ന് അജയ് തറയിൽ അല്പസമയം മുമ്പ് പറഞ്ഞു. ദീപ്തി, അങ്ങനെ വല്ലതും കേട്ടിരുന്നു? അതായത് നിഷ്പക്ഷമായിട്ട് കൗൺസിലർമാർക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല, കൗൺസിലർമാർ ചില ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു, അഥവാ ഗ്രൂപ്പ് താല്പര്യം കൗൺസിലർമാരെ അറിയിച്ചു ചില നേതാക്കൾ. അത് ശരിയാണോ ദീപ്തി? ഞാനതിന് മറ്റൊരു രീതിയിൽ ഞാനതിന് മറുപടി പറയാം. അതായത് ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ, അത് ഏത് കാര്യത്തിൻ്റെ ആണെങ്കിലും ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ജഡ്ജസ് മാറാറുണ്ട്. കാരണം അവരുടെ കുടുംബത്തിൽപ്പെട്ടവരോ അത്തരത്തിൽ റിലേറ്റീവായിട്ടുള്ളവരോ വന്നാൽ ജഡ്ജസ് അതിൽ നിന്ന് മാറും, ആ കേസ് കേൾക്കുന്നതിന് മാറും. ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുടെ സ്വന്തം വീട്ടിൽപ്പെട്ട ഒരാളോ ഏറ്റവും അടുപ്പമുള്ള ഒരാളോ ആണ് ആ ഇന്റർവ്യൂവിൽ പിന്നെ മത്സരാർത്ഥിയായി വരുന്നതെങ്കിൽ ആ ഇന്റർവ്യൂ ബോർഡിലുള്ള അയാൾ അതിൽ നിന്ന് മാറി നിൽക്കണം. അതാണല്ലോ ഒരു സ്വാഭാവികമായ ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിന്നത് ഡൊമിനിക് പ്രസന്റേഷനും ശ്രീ N വേണുഗോപാലുമാണ്. അവർ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പറയുന്ന അവർ തന്നെ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഓപ്പണായിട്ട് അവർ ചോദിക്കുമ്പോൾ അത് ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായ 2 സംഭവങ്ങൾ ഞാൻ പറയാം. സൗമിനി ജെയിനും ഷൈനി മാത്യുവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അന്ന് KPCയുടെ നിരീക്ഷകൻ വന്നിട്ടായിരുന്നു ആ പ്രശ്ന പരിഹാരം ചെയ്തത്, 2 ടേമായി ഫിക്സ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിനു മുൻപ് ടോണി ചമ്മണിയുടെ സമയത്ത് ഇതുപോലെ തന്നെ രഹസ്യ വോട്ടെടുപ്പായിരുന്നു നടന്നത്. ആ രഹസ്യ വോട്ടെടുപ്പിലായിരുന്നു N വേണുഗോപാൽ പിന്നിൽ പോവുകയും ടോണി ചമ്മണി മേയറാവുകയും ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രീസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് നടന്നത്. സർക്കുലറിൽ പറഞ്ഞ പോലെ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറയുന്നത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്ത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് നമ്പർ കുറഞ്ഞു എന്ന് ചില ആളുകൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ നമ്പർ കുറയില്ല. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ കൂടെയുള്ള കൗൺസിലേഴ്സ് എനിക്ക് തന്ന വലിയ ആത്മവിശ്വാസം. ഒരു മത്സരത്തിന് വേണ്ടിയല്ല, വലിയ പിന്തുണ, വലിയൊരു പിന്തുണ എനിക്ക് തന്നിരുന്നു. KPC സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് നടന്നിട്ടില്ല എന്ന് ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടി ദീപ്തി, 46 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ദീപ്തി അടക്കം പണിയെടുത്തതിൻ്റെ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ മീഡിയ സെല്ലിൻ്റെ ചുമതല ദീപ്തിക്കായിരുന്നു, പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയാണ്. അപ്പം ഞങ്ങളൊക്കെയും ദീപ്തി തന്നെ ആകും എന്നാണ് വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതും. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരവും അത് തന്നെയാണ്. പൊടുന്നനെയാണ് ഈ താല്പര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നേരത്തെ അജയ് തറയിൽ പറയുകയായിരുന്നു, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയതിലടക്കം ഇവിടെ DCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക താല്പര്യം അതിൽ കാണാം എന്നുള്ളതാണ്. ഇത് അദ്ദേഹം പറഞ്ഞ വാക്ക് ഏകാധിപത്യമുണ്ട് എന്നുള്ളതാണ്. അത് ഈ പാർട്ടിക്ക് ജില്ലയിൽ ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ ദീപ്തിക്ക്? അതിൽ ഏതെങ്കിലും തരത്തിലൊരു നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏകാധിപത്യപരമായിട്ടുള്ള നീക്കങ്ങളാണെങ്കിലും ഗ്രൂപ്പ് താല്പര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മൾ 46 സീറ്റിൻ്റെ വിജയം നേടിയതിൻ്റെ ഒരു ശോഭ അത് കെടുത്തില്ലേ ദീപ്തി? യഥാർത്ഥത്തിൽ ഇതൊക്കെ എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നതാണ് നല്ലത്. പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നല്ലത്. അത്തരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് KPCC ആണ്. KPCC അന്വേഷിക്കട്ടെ, എന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടെ. ദീപ്തി, ഒറ്റ ചോദ്യം നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, താങ്കൾക്ക് ഒരു രാഷ്ട്രീയ നീതി കിട്ടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ?
നീതി എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാണുന്നത് പോലെയാണല്ലോ. ഞാനൊരു പാർലമെൻ്ററി പാർട്ടി മത്സരിച്ച് ജയിച്ച് MLA ആകുക, MP ആകുക, മേയർ ആകുക എന്നുള്ള ഒരു തലത്തിൽ അല്ല എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. സംവരണമൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 16ാമത്തെ വയസ്സിൽ KSUവിലൂടെ വന്നതാണ് ദീപ്തി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏത് കൗൺസിലറെക്കാളും പാർട്ടിയിൽ ഏറ്റവും പാരമ്പര്യമുള്ളതും പാർട്ടിയിൽ പ്രവൃത്തി പരിചയമുള്ളതും ദീപ്തിക്കാണ്. KSUവിൽ തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ MLA ആയിട്ട് കണ്ടിട്ടില്ല, MP ആയിട്ട് കണ്ടിട്ടില്ല. കൗൺസിലർ സ്ഥാനത്ത് ഒഴിച്ചു നിർത്തിയാൽ പാർട്ടിയുടെ പദവികൾക്ക് അപ്പുറത്തേക്ക് ദീപ്തിയെ കണ്ടിട്ടേ ഇല്ല. മറ്റുള്ള നേതാക്കളൊക്കെ പോയ വഴികളൊക്കെ നമുക്കറിയല്ലോ ദീപ്തി. അതൊക്കെ ഒരു സമയത്ത് ഓരോ സാഹചര്യത്തിലാണല്ലോ പാർലമെൻ്ററി രംഗത്ത് നമുക്ക് ഓരോ തീരുമാനങ്ങൾ ഉണ്ടാവുക. അതിൻ്റെ അകത്തൊന്നും ആരും എന്നേക്കാൾ ഞാൻ ഒരു കാര്യം പറയാൻ വരും, എൻ്റെ അത്രയും പോലും ഈ പാർട്ടിയിൽ പദവികൾ കിട്ടാത്ത, അവസരങ്ങൾ കിട്ടാത്ത നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ട്. ഒന്നും ലഭിക്കാതെ മരിച്ചുപോയ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഒരു പാർട്ടി പദവി പോലും കിട്ടാതെ അഹോരാത്രം രാത്രിയും പകലും ഒക്കെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്. അവരാണ് ഈ പാർട്ടിയുടെ ശക്തി. ഞാൻ അവരുടെ പ്രതിനിധിയാണ്. ദീപ്തി, അതിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. കാരണം പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ പാർലമെൻ്ററി ഇപ്പം കൗൺസിലർ എന്ന നിലയിൽ നിങ്ങൾ ഉള്ള പരിചയം മാത്രമല്ലല്ലോ, പാർട്ടിയിൽ ഇത്രയും ഗൗരവമേറിയ ഒരു ചുമതല നിർവഹിച്ചുകൊണ്ടിരുന്നതാണല്ലേ. ആർക്കും അതിനകത്ത് എതിർപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ വ്യക്തിപരമായിട്ടോ റിപ്പോർട്ടർ ചാനൽ എന്ന നിലയിലോ ദീപ്തി പാർട്ടിയോടൊപ്പം നിന്നു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള സൗഹൃദത്തിനും അപ്പുറം പാർട്ടി പറയുന്നതിൽ നിന്ന് ഒരണു പോലും ദീപ്തി ചലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നല്ലോ ദീപ്തിയുടെ ഒരു നിലപാട്. ഇപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സമയം കൂടിയാണല്ലോ. ഈ പിന്നിൽ നൊറ്റുന്ന യൂദാസുമാർ നമ്മളുടെയൊക്കെ ഒരു രാഷ്ട്രീയ മൊറയിലിനെ അത് വല്ലാതെ ബാധിക്കില്ലേ ദീപ്തി? അല്ല, അങ്ങനെയൊന്നും ഇല്ലെന്നേ, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്നെ സംബന്ധിച്ച് ഈ പാർട്ടി ആണ് ഞാനെന്ന് പറയുന്നത് ഈ പാർട്ടിയാണ്. ദീപ്തി എന്ന വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ദീപ്തി എന്ന പേര് നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നത്, ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് ഞാൻ കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടാണ്. ഈ പാർട്ടിയാണ് അതെല്ലാം എനിക്ക് തന്നത്. എന്നെ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ, എന്നെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടാണ്. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട പ്രവർത്തകരിൽ ഒരാളുടെ പ്രതിനിധിയാണ് ഞാൻ എന്നത് അഭിമാനത്തോടു കൂടി ദീപ്തി പറയുന്നു. തീർച്ചയായിട്ടും ഞാൻ അവരുടെയൊക്കെ ഞാൻ KPC ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ എന്നേക്കാൾ അർഹതപ്പെട്ട എത്രയോ ആളുകൾ പുറത്തു നിൽപ്പുണ്ടെന്നറിയോ. എന്നേക്കാൾ അർഹതപ്പെട്ട പുരുഷന്മാരായിട്ടുള്ള എത്രയോ കാലം വർക്ക് ചെയ്ത ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. അവരുടെ സങ്കടത്തിന് അത്രത്തോളം ഒന്നും എനിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്യമൊന്നും അല്ല, എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ലക്ഷ്യമല്ല. മുകളിലിരിക്കുന്നവരെ കാണാതിരിക്കില്ല. അങ്ങനെ ഒരു സങ്കടം ഒന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു സങ്കടമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളിൽ, ചില പ്രോസസ്സുകളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ എന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അതിനപ്പുറമായി തോന്നൽ എന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ ഞാൻ വളരെ പിന്നിലാണ്, നമ്പർ എന്നെ പിന്തുണയ്ക്കുന്നവരുടെ നമ്പർ വളരെ കുറവായിരുന്നു എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയും. ആ ഒറ്റ ഒരു കാര്യത്തിലെ എനിക്ക് പാർലമെന്ററി പാർട്ടിയിൽ പിന്തുണയില്ല എന്നുള്ള നറേറ്റീവ്. നിഷ്പക്ഷമായ ഒരു മനസ്സറിയൽ നടക്കാതെ പോയതിലും KPCCയുടെ സർക്കുലർ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടതിലും ഒരു പരാതി കൊടുക്കുന്നുണ്ടോ? അല്ല, KPC പ്രസിഡന്റിൻ്റെ എല്ലാം അറിവുള്ളതാണല്ലോ. ഞാൻ KPC പ്രസിഡന്റിനോട് ഇന്നലെയും പലതവണ സംസാരിച്ചു, പ്രതിപക്ഷ നേതാവിനോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു നറേറ്റീവായിട്ട് വരുന്നത് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പാർലമെന്ററി പാർട്ടിയിലുള്ള മുഴുവൻ അംഗങ്ങളുമായി നല്ല ബന്ധമാണ്. അത് KPC പ്രസിഡന്റിനോട് പിന്നെ അങ്ങനെ ഒരു കാര്യം ഇവിടെ ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ഇതിനോട് എനിക്കുള്ള വിയോജിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് KPC പറഞ്ഞ പോലുള്ള ഒരു പ്രോസസ്സ് നടത്തിയിട്ടാണ് അത് പറയുന്നതെങ്കിൽ എനിക്ക് പ്രയാസമില്ല. അത് നടത്താതിരുന്നിട്ട്, അങ്ങനെ ഒരു പ്രോസസ്സ് നടത്താതിരുന്നിട്ട് ഇതിനകത്ത് 21 പേരുടെ പിന്തുണ കിട്ടിയ ഷൈനി രണ്ടാമത് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയ ഷൈനിയല്ലേ ആദ്യത്തെ ടൈമിൽ വരേണ്ടിയിരുന്നത്? അത് ശരിയാണെങ്കിൽ സർക്കുലറിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഏറ്റവും അധികം വോട്ട് കിട്ടിയ ആള് മേയർ ആകണം.
Yes. ടേം ഫിക്സ് ചെയ്യണമെങ്കിൽ ഈക്വലായിട്ട് വോട്ട് കിട്ടണം. ഈക്വലായിട്ട് വോട്ട് കിട്ടുമ്പോഴാണ് ടേം ഫിക്സ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 21-17 ആണെങ്കിൽ ഏറ്റവും പോലും അധികം ഒരു കിട്ടുന്ന ടേം ആള് തന്നെ മേയറാകുക. സാധ്യത ഉണ്ടായിരുന്നില്ല സർക്കുലർ പ്രകാരം അല്ലേ? സർക്കുലർ പ്രകാരം KPCയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും അധികം കിട്ടുന്ന ആള് മേയറാകുക, 5 വർഷത്തേക്ക് മേയറാകുക എന്നുള്ളതാണ്. 5 വർഷം മേയറാകുക, ഒരാളെ ആക്കുക എന്നുള്ളതായിരുന്നു KPCC ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് എത്തുന്ന ആളെ ടേം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് എത്തുന്ന പിന്നെ അങ്ങനെ ടൈ വരികയാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു നിർദ്ദേശം. ആ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഇപ്പോൾ രണ്ടുപേര് ആകാൻ തീരുമാനിച്ചെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ വ്യക്തിപരമായിട്ട് അതിൻ്റെ അകത്ത് 21 പേരുടെ പിന്തുണ കിട്ടിയാൽ രണ്ടാമത് വരികയും 17 പേരുടെ പിന്തുണ കിട്ടിയാൽ ആദ്യം വരികയും ചെയ്തത് എങ്ങനെ എന്നൊരു കൗതുകം ഉണ്ടല്ലോ. അതൊരു സാധാരണ കൗതുകമല്ലേ? ആ ചിരിയിലെല്ലാം ഉണ്ട്. നമുക്ക് തൽക്കാലം അപ്പം അഡ്വാൻസ് മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷം വരും. താങ്ക് യു ദീപ്തി, താങ്ക് യു.